ഹലോ കൂട്ടുകാരെ, ഇത് എൻ്റെ മുറ്റത്തുള്ള ഒരു കുഞ്ഞ് ടാങ്കാണ്. ഉണ്ടാക്കിയിരിക്കുന്ന സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പികളുണ്ട്. ഞാൻ നോക്കുമ്പോൾ അതിനെ തിന്നാനാണോ എനിക്കറിയത്തില്ല. എന്തായാലും ഒരു തവള അതിൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നാച്ചുറൽ അല്ലെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് ചെടികളും വാട്ടർ പ്ലാന്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെനിക്ക് മറ്റേ ഈ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് ഇട്ടിരുന്ന ആ ചെടിയാണ്. അതിൻ്റെ പേര് ആമസോൺ സോഡെന്നോ അങ്ങണ്ടാണ്. അപ്പോൾ ആ സാധനം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് കൂടുതൽ തൈകൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടതാണ്. അത് വാട്ടറിൻ്റെ അകത്ത് മുങ്ങി കിടക്കുന്ന പ്ലാന്റാണ്. അതേപോലെ ഇപ്പുറത്ത് നമ്മുടെ പെന്നി റോട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അതും സെമി വാട്ടർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് വേണേലും ഇടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ട്, വലുതാവുന്നുണ്ട്. അപ്പം ഈ ചെടികളുണ്ടല്ലോ, ഇതെൻ്റെ മരമുല്ലയൊക്കെയാണ്. ഈ മരമുല്ലേനെയൊക്കെ കവർ ചെയ്തിട്ട് വലിയൊരു കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, കമ്പിയിട്ട കിളിക്കൂട്. പക്ഷെ അത് എന്താ പറയുക, നമ്മുടെ കിളികളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് കുറേ എണ്ണത്തിന് ചത്തുപോയിട്ടും മറ്റുള്ള കിളികൾ പിടിച്ചുകൊണ്ട് പോയതും പാമ്പ് കയറുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ കിളിക്കൂടിനെ നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് എൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്ത് അന്ന് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആണിത് കേട്ടോ. ഈ കമ്പിക്ക് 1/2 ഇഞ്ചിൻ്റെ സ്ക്വയറുള്ള കമ്പിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ നമ്മുടെ ലവ് ബേഡ്സിനെയൊക്കെ കടന്നു പോരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറമെ വേറൊരു ചെറിയ പ്ലാസ്റ്റിക് വലയും കൂടെ ഇട്ടു. ഈ ഫിഷിംഗ് നെറ്റ് എവിടുന്നോ വാങ്ങിച്ചിടുമെന്ന് അതൊക്കെ ഇട്ടു. എന്നാലും എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ കോട്ടയംകാരൊക്കെ ഈ കോഴീനെ പിടിക്കാൻ പോകുന്ന ഒരു കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്ന ഒരു എറിയൻ എന്ന് പറയുന്ന ഒരു പക്ഷീനെ അറിയില്ല. ആ പക്ഷി വന്നിരുന്നിട്ട് ഇതിൻ്റെ വക്കത്തൂ വന്നിരുന്നിട്ടൊരു അട്രാക്റ്റീവായിട്ടുള്ള സൗണ്ട് കേൾപ്പിക്കും. അപ്പോൾ ആ കിളികൾ അടുത്ത് വരുമ്പോൾ അതിനെ പിടിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നെ ഈ പ്രാവുകളൊക്കെ ചത്തുപോയി. അതിന് മുട്ടയിട്ടൊക്കെ വന്നതായിരുന്നു, പക്ഷേ അതെന്താണെന്നറിയത്തില്ല, അതൊക്കെ ചത്തുപോയി. പിന്നെ ഒരു പ്രാവശ്യം പാമ്പ് കയറി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കമ്പിക്കൂട് അങ്ങനെ അവസാനിപ്പിച്ചു. കമ്പിയെല്ലാം അഴിച്ചു മാറ്റി വേറെ ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അവസാനം വന്നപ്പം എൻ്റെ ഈ ടാങ്ക് മാത്രമേ ഉള്ളൂ. ടാങ്കും അതിൻ്റെ അകത്ത് കുറേ ഗപ്പികളും മാത്രമായി മിച്ചം. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു കാലത്തിൻ്റെ സന്തോഷം തന്നിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് ഈ കുളം മാത്രമുണ്ട് ഇപ്പം മിച്ചം.